കൂടാതെ ദിവസം എല്ലാവരും പ്രത്യേകമായി ഓർക്കുന്നു. മാധ്യമ പ്രവർത്തകരെ പ്രത്യേകമായി ഓർക്കുന്നു. എല്ലാവരും തിരുനാളിന്റെ കാര്യങ്ങൾ നേതൃത്വം കൊടുത്ത എല്ലാ നിലപാടുകളെയും ഭാഗ്യദേശത്തെ എല്ലാ ജനങ്ങളെയും പ്രത്യേകമായി ഓർക്കുന്നു. പ്രത്യക്ഷമായി പരോക്ഷമായി സഹായിച്ച് എല്ലാവർക്കും പ്രത്യേകമായി നന്ദി. പ്രത്യേകമായി വ്യക്തികളെ ഓർക്കുന്നത് ശ്രീ അദ്ദേഹം തിരുനാളിന്റെ തുടങ്ങിയ ദിവസം മുതൽ ഇതുവരെ എല്ലാ ദിവസവും ഇവിടെ രാത്രികാലം പള്ളിയിൽ രാത്രി സാന്നിധ്യമായ രാവിലെ പള്ളിയിലാണ് അധ്വാനിച്ച അദ്ദേഹത്തെ നന്ദിയോടുകൂടി ശ്രീ സെൽവരാജന് നന്ദിയോടുകൂടി പ്രത്യേകമാണ് അദ്ദേഹത്തോട് ആവശ്യമായ എല്ലാ കാര്യങ്ങൾക്ക് ഇവിടെ ഏൽപ്പിച്ചു കൊടുത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് അതുപോലെ തിരിയുടെ മേഖലകളെല്ലാം ഭംഗിയായിട്ട് ചെയ്തിരുന്നത് ദൈവമാണ്. ശ്രീ സെൽവരാജൻ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഇതോടൊപ്പം പള്ളി സ്റ്റോറിൽ പ്രവർത്തിച്ച ശ്രീ ക്രിസ്റ്റഫർ ചീറ്റേറ്റൻ ഇതുവരെ സ്നേഹത്തുള്ളവർക്ക് ഒരു പ്രത്യേകമായിട്ട് നന്ദി പറയുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം തിരുനാളിൻ്റെ രഥം പ്രദർശനത്തിലെ രഥം ഭംഗിയായി ചെയ്ത വ്യക്തികളെ ഓർക്കുകയാണ്. പ്രത്യേകിച്ചും അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്ത ശ്രീ നാൻസി റോബിൻസൺ, ഷാജു, ശശി, സജി, അലക്സ് എന്നിവരെ പ്രത്യേകമായി ഓർക്കി ഒരു പ്രത്യേകമായിട്ട് അവസരത്തിൽ നന്ദി പറയുകയും ചെയ്തു. ഇതോടൊപ്പം തന്നെ തിരുനാളിന് ദേവാലയത്തിന് മധ്യത്തിലിരിക്കുന്ന അമ്പത്രേശ്വരി രൂപം എല്ലാ ദിവസവും ഭംഗിയായിട്ട് അലങ്കരിക്കുന്നത് ശ്രീ ജസ്റ്റിനാണ്. അദ്ദേഹത്തെ നന്ദിയോട് ഒരുക്കി ജസ്റ്റിനെ പ്രത്യേകമായിട്ട് നന്ദി പറയുകയും ചെയ്തു. അദ്ദേഹത്തോടൊപ്പം സഹകരിച്ച അമ്മമാർ മറ്റു വ്യക്തികൾക്കും പ്രത്യേകമാണ് ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. തിരുനാളിൻ്റെ സമാപന ദിവസത്തിൽ എല്ലാവരെയും പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. പ്രത്യേകിച്ച് തിരുനാളിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും പുറകിൽ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാം ലിറ്റർജി ചെയ്യുന്ന ശ്രീ പ്രസാദ്, അദ്ദേഹത്തെ നന്ദിയോടെ ഓർക്കുന്നു. നമ്മുടെ കമ്പിയനാട്ടിൽ പ്രസാദിൽ നന്ദിയോടെ ഓർക്കുന്നു, അദ്ദേഹത്തിന് നന്ദി പറയുന്നു. അതോടൊപ്പം നമ്മുടെ താരക്കുട്ടികൾ, നമ്മുടെ ഗായക സംഘാടകർക്ക് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. അതുപോലെ ലൈവ് ആയിട്ട് സൗണ്ട്സിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഈ തിരുനാൾ ദിവസങ്ങൾ പ്രത്യക്ഷമായി പരോക്ഷമായി സഹായിച്ച എല്ലാവരെയും സ്നേഹത്തോടുകൂടി ഓർക്കുന്നു, നന്ദി പറയുന്നു. നിങ്ങളുടെ എല്ലാ പരിശ്രമങ്ങളും ഒത്തുചേരുന്ന പ്രവർത്തനങ്ങളാണ് ഈ തിരുനാളിൽ ഇത്രയും വിജയകരമാക്കിയതെന്ന് സ്നേഹത്തോടുകൂടി ഈ അവസരത്തിൽ അറിയിച്ചുകൊള്ളട്ടെ. കാര്യങ്ങളൊക്കെ പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ യാദൃശ്യമാണ്. നിങ്ങളെല്ലാവരും ചെയ്ത സേവനങ്ങൾ കൃത്യമായിട്ട് അമ്പത്രേശ്വരെ കാണുന്നുണ്ട്, ദൈവം കാണുന്നുണ്ട്. നിങ്ങളെല്ലാവരും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ തിരുനാളിൻ്റെ ദിവസങ്ങളൊക്കെ സഹായിച്ച് സഹകരിച്ച് എല്ലാവർക്കും ഓർത്ത് ഈ അവസരത്തിൽ ദൈവത്തിന് നന്ദി പറയുന്നു. ഇതിനുശേഷം അമ്പത്രേശ്വരെ നൊവേലി, അതിനുശേഷം സമാപന ദിവസത്തിൻ്റെ പ്രതിഷ്ഠ, തിരികെ വന്നതിന് ശേഷം ആരാധന, ഇതിനുശേഷം വണക്കം ഉണ്ടാകുമെന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രദർശനത്തിലേക്ക് മുമ്പിലായിട്ട് ബാറ്റ് പറയാൻ തുടങ്ങി. അവർക്ക് ഭക്ഷിക്കുവാനായി അപ്പം വർദ്ധിപ്പിച്ച് നൽകി എന്ന് നമ്മൾ വായിക്കുമ്പോൾ അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഈ തിരുനാളുമായി ബന്ധപ്പെട്ട് ഈ ദിവസങ്ങളിലെല്ലാം ഒത്തിരി തിരക്കിലായിരുന്നു. ഉറക്കവും ഊണും ഒക്കെ ഉപേക്ഷിച്ച് ഈ ഇവിടെ കടന്നു വരുന്ന ഓരോ മക്കൾക്ക് വേണ്ടിയും ആത്മീയ ശുശ്രൂഷകൾ ഒരുക്കുകയായിരുന്നു. വരുന്നവർക്ക് ഭൗതികമായ സൗകര്യങ്ങൾ നവീകരിക്കുന്നതിൽ നേതൃത്വം നൽകുകയായിരുന്നു. അച്ഛൻ്റെ ഈ ശുശ്രൂഷയാണ് ഈ തിരുനാളെ ഇത്ര മനോഹരമാക്കിയത്. അച്ഛൻ്റെ ഈ ഒരു നിയോഗം സ്വീകരിച്ചുകൊണ്ട് ആയിരിക്കുമ്പോൾ ഇവിടുത്തെ പ്രവർത്തനങ്ങളിലെല്ലാം അതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് കാണാൻ പറ്റും. ആദ്യം ഇവിടെ വന്ന സംസാരിക്കാൻ വേണ്ടി വന്ന അച്ഛന്മാർ പറഞ്ഞു എത്ര മനോഹരമായിരിക്കുന്നു. ഈ നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥി ക്ലാസ്സിലെ 15ഓളം അച്ഛന്മാർക്ക് ഒരേ സമയം സംസാരിപ്പിക്കാനുള്ള സൗകര്യമുണ്ട്. എന്നാൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സന്താനമായ ഈ അന്തരീക്ഷത്തിൽ ചൂടും കാറ്റും പൊടിയും ഒക്കെ അല്ലാതെ ആ യോഗത്തിലല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോ ക്രമീകരണങ്ങൾ സംഭവിക്കുക. അതിന് പറ്റിയ ഒരാളെ ദൈവം തിരഞ്ഞെടുത്ത് കൊണ്ടുവന്നു. അതിന് ദൈവത്തിന് നന്ദി പറയാം. അത് മാത്രമല്ല ഇന്ന് പല പരിമിതികളും നമുക്ക് ജനങ്ങൾ പോകാനും നമുക്ക് തിരുനാൾ ആഘോഷിക്കാൻ കുറേ കൂടി അധികം സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി അച്ഛനിലൂടെ ക്രമീകരണങ്ങൾ നടത്തുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്.
പദ്ധതികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. മാസ്റ്റർ പ്ലാനുകളൊക്കെ തയ്യാറാക്കി. അപ്പോൾ നിങ്ങൾ അടുത്ത വർഷം തിരുനാളിനായിട്ട് ഇവിടെ കടന്നു വരുമ്പോൾ അച്ഛനിലൂടെ മഹത്തരമായ കാര്യങ്ങൾ ദൈവം ക്രമീകരിക്കും എന്ന് ഞാൻ വിശ്വസിച്ച് ഇപ്പോൾ അതോർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ്. അച്ഛനെ പ്രതി ദൈവത്തിന് നന്ദി പറയുന്നു. അച്ഛനോടൊപ്പം